ഒരു ആരാധനാക്രമങ്ങൾക്കും അതിൻ്റെ ഒരു സംഘടനത്തിനും വഴിയൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഒരു പള്ളി പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടും അതുമാത്രമല്ല അനുരഞ്ജന ശ്രമങ്ങൾ വളരെയധികം ഞങ്ങളുടെ ഭാഗത്തു നിന്നും പാലകത്തു നിന്നും നടത്തിയിട്ട് കൂടി അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്ത് പോലീസിനോട് ഞങ്ങൾ സഹായം വേണ്ടി അഭ്യർത്ഥിച്ചത്. മാടാക്കര മഹല്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതകളും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പൊതുസമൂഹത്തോട് അറിയിക്കാൻ വേണ്ടിയാണ് ഔദ്യോഗികമായി ഈ മഹല്ല് കമ്മിറ്റി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ആദ്യമായി ഈ കമ്മിറ്റി നിലവിൽ വരുന്നത്. അതിനു മുമ്പ് ഈ കമ്മിറ്റിയുമായിട്ട് ചില പ്രശ്നങ്ങളും കേസുകളൊക്കെ പഴയ കമ്മിറ്റിയായിട്ട് ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി ആ കമ്മിറ്റി ക്രോഡീകരണം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നാട്ടിലെ കുറച്ച് ആൾക്കാരുകൾ ചേർന്നുകൊണ്ട് ഒരു മസ്ലഹത്ത് ടീം ഉണ്ടാക്കുകയും ഈ പഴയ കമ്മിറ്റിക്കാരുടെ ആശീർവാദവും അനുവാദത്തോടും കൂടി ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയും വഖഫിൻ്റെ ഔദ്യോഗികമായ പ്രതിനിധിയുടെ നിരീക്ഷണത്തിലും ഒരു ജനറൽ ബോഡി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഞങ്ങളുടേത്. ആ കമ്മിറ്റിയിൽ വരുമ്പോൾ തന്നെ പഴയ കമ്മിറ്റിക്കാരും അവിടുത്തെ നാട്ടുകാരും ഒക്കെ ഒരു പ്രമാണങ്ങൾ എഴുതിയുണ്ടാക്കിയിരുന്നു. കാരണം നിലവിൽ ഈ വരുന്ന കമ്മിറ്റിയോ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് തീർത്തും ഇരുന്നുകൊണ്ട് സൗഹാർദ്ദപരമായി അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു പ്രമാണം അവർ എഴുതിയുണ്ടാക്കിയിരുന്നു. അതിൽ പ്രധാനമായി ഒപ്പിട്ടിരുന്നത് പഴയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയായ PK അഷ്റഫും ഖജാൻജിയായ ഇല്ലിക്കൽ അബ്ദുള്ളയും കൂടിയായിരുന്നു. അതിൻ്റെ കോപ്പിയാണിത്. അവർ സൈൻ ചെയ്ത് തന്ന കോപ്പിയാണിത്. പക്ഷേ നിർഭാഗ്യവശാൽ പിറ്റേന്ന് മുതൽ തന്നെ ഈ കമ്മിറ്റിക്കെതിരെ ഈ നിബന്ധനകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വഖഫ് ബോർഡിൽ കേസ് ഫയൽ ചെയ്ത് ഈ കമ്മിറ്റിക്കെതിരെ ശക്തമായ നീക്കങ്ങളുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ ചെയ്തത്. അതിനുശേഷം ഈ കാലയളവിൽ മുഴുവനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മറ്റും വിലങ്ങുതടിയായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തടഞ്ഞിടുകയും ചെയ്യുകയാണ് അവർ ഉണ്ടായത്. അതോടനുബന്ധിച്ച് ഖതീബ് ഈ യോഗത്തിൽ ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്തപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ജനറൽ ബോഡിക്ക് സപ്പോർട്ടായി ചില കാര്യങ്ങൾ ന്യായമല്ലാത്ത കാര്യങ്ങൾ വാദം നിരത്തിക്കൊണ്ട് ഈ ഖതീബിനെ മറ്റ് ആരാധനക്രമങ്ങളിൽ നിന്ന് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യമായി ഞങ്ങൾ ചോമ്പാല പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിനു മുന്നേ ഇത്തരം ആൾക്കാരുമായി ഞങ്ങൾ പല പ്രാവശ്യം സിറ്റിംഗ് നടത്തിയെങ്കിലും ഇതൊന്നും അവർ വകവെക്കാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ആരാധനാക്രമങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അങ്ങനെ CI സാറ് ഞങ്ങളെയും അവരെയൊക്കെ വിളിപ്പിച്ചു. അതിനുശേഷം ജമലുല്ലി തങ്ങൾ, നമ്മുടെ മാടാക്കര കാലിയ ജമലുല്ലി തങ്ങളുമായി നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇതിന് രമ്യ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അവർ തീരുമാനിച്ചത്. അതനുസരിച്ച് തങ്ങളുമായി ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുകയും തങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് ഖതീബിനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ഞങ്ങളത് ശിരസ വഹിക്കാൻ തയ്യാറാണ് എന്നുള്ള വാക്കാലുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീർത്തും ഏകപക്ഷീയമായി തങ്ങൾ അവരെയും ഞങ്ങളിൽപ്പെട്ട ഒരാളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഏകപക്ഷീയമായി ഉസ്താദിനെ നീക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. അതിന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ ജമല് തങ്ങളെ നാട്ടുകാരെ ഉൾപ്പെടുത്തി പോവുകയും ഈ ഏകപക്ഷീയമായ ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നും അതുമാത്രമല്ല മഹല്ലിലെ ഭൂരിഭാഗം ജനങ്ങളും ഖതീബിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിനെ പിന്താങ്ങുകയുള്ളൂ എന്നും അല്ലാത്ത പക്ഷം അവിടെ സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള കാര്യങ്ങളും തങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അതിനുശേഷം തങ്ങൾ വീണ്ടും CI സാറിനെ ബന്ധപ്പെട്ടു. CI സാറ് ഞങ്ങളെയും ഈ പരാതി കൊടുത്ത ഞങ്ങളുടെ പഴയ കമ്മിറ്റിക്കാരെയും
അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരുകയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഖത്തീബിനെ അവർ നിലനിർത്തുകയും രണ്ടു കൂട്ടരോടും ഇനി പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസംബർ മാസത്തിൽ സ്വലാത്ത് വാർഷികം നടക്കുകയുണ്ടായി. ആ കമ്മിറ്റിക്കെതിരെ അതിൽ പങ്കെടുക്കേണ്ട സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ ഈ പറയപ്പെടുന്ന പഴയ കമ്മിറ്റിയിലെ PK അഷറഫും മറ്റ് ഉൾപ്പെടുന്ന കുറേ ആളുകൾ മുടക്കുകയും ആ സ്വലാത്ത് വാർഷികം പരാജയപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും വേണ്ടി ഇവരിങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഇവർ റഷീദ് അലി തങ്ങളെടുത്ത് ഈ സംഗതികൾ അവതരിപ്പിച്ചു. ഖത്തീബിനെ മാറ്റണം എന്നുള്ള സംഗതി അവതരിപ്പിക്കുകയും റഷീദ് തങ്ങൾ ഞങ്ങളെ വിളിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു തങ്ങൾ എന്തെടുക്കുന്ന തീരുമാനത്തിനും ഞങ്ങൾ അനുകൂലമാണ്. അങ്ങനെ രണ്ട് കൂട്ടരെയും തങ്ങൾ വിളിക്കുകയും അതിൽ നിന്നൊരു തീരുമാനമുണ്ടാക്കുകയാണ് ചെയ്തത്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഖത്തീബ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ഇമാമത്ത് നിൽക്കുകയും മറ്റ് 5 വക്തുകളിലും വേറെ ഒരാൾ ഇമാമത്ത് നിൽക്കുകയും പള്ളിയിലുള്ള നിക്കാഹ്, മത കാര്യങ്ങളിലുള്ള ക്ലാസ്സുകൾ, പ്രാർത്ഥനകൾ, കുടുംബയോഗങ്ങൾ, ദഅവ, ദീനി പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ ഉസ്താദിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് അവർ വ്യക്തമായിട്ട് വാക്കാൽ ഞങ്ങൾ ഇരുകൂട്ടർക്കും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. പിന്നെ പെരുന്നാളിന് ഉസ്താദ് തങ്ങൾ പറഞ്ഞത്, ഞാൻ 29-ാം തീയതി പെരുന്നാളിന് നേതൃത്വം കൊടുക്കാൻ ആരായിരിക്കണം എന്നുള്ളത് ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞു. സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് ഔദ്യോഗികമായി ലെറ്റർ തരികയും പെരുന്നാളും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിങ്ങനെ ആ തീരുമാനവുമായി മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ 6 മാസമായി. 6 മാസത്തിൻ്റെ ഇടയ്ക്ക് പലതവണ റഷീദ് അലി തങ്ങളെടുത്ത് ഞങ്ങൾ സമീപിച്ചു. കാരണം ഇതിനൊരു രമ്യമായ പരിഹാരം വേണമെന്നുള്ളൂ. റഷീദ് തങ്ങൾ പല കാരണങ്ങൾ കൊണ്ട്, കുറേ ഔദ്യോഗികമായ ചില തിരക്കുകളും കാരണം കൊണ്ട് ആ തീരുമാനങ്ങൾ ഇങ്ങനെ വൈകിപ്പിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ജമലുൽ തങ്ങളെടുത്ത തീരുമാനവും റഷീദ് അലി എടുത്ത തീരുമാനങ്ങളും ഞങ്ങൾ അക്ഷരം പതി സ്വീകരിക്കുകയും അത് മാനിക്കുകയും ചെയ്തിട്ടാണ് ഇതുവരെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. റഷീദ് തങ്ങളുമായിട്ടുള്ള ആ യോഗത്തിൽ കണ്ണൂക്കര നൂർ മസ്ജിദിനെ സംബന്ധിച്ചും ജനറൽ ബോഡിയെ വിളിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, തൽക്കാലം ജനറൽ ബോഡി ഇപ്പോൾ വിളിക്കണ്ട, ഞാൻ കുറച്ചുകൂടി ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാം എന്ന് പറഞ്ഞാണ് അന്ന് തീരുമാനം പിരിഞ്ഞത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 23/8/2026 കണ്ണൂക്കര നൂർ മസ്ജിദിൻ്റെ ഒരു ജനറൽ ബോഡി യോഗം മാടാക്കര മഹല്ല് കമ്മിറ്റിയുടെ സമ്മതമോ അറിവോ കൂടാതെ അവർ നിശ്ചയിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവർക്ക് കത്ത് കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ CHOനോട് പരാതി പറയുകയും ചെയ്തു. കാരണം നിയമപരമല്ലാത്ത ഭരണഘടനാപരമായി ഞങ്ങൾക്ക് അവകാശമുള്ള ഞങ്ങൾ വിളിക്കേണ്ട യോഗം ഇവർ വിളിക്കുന്നുണ്ട്, അത് തീർത്തും അന്യായമാണ്, ഇതൊരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത, അതുകൊണ്ട് നിങ്ങൾ അത് നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ PK അഷ്റഫും അതിൻ്റെ സെക്രട്ടറിയും സിദ്ദീഖും പിന്നെ അതിൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് ഇസ്മായിലും, അവരുടെ ഭാഗത്ത് നിന്ന് 3 പേരും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് 3 പേരെയും SHO സാറ് ഞങ്ങളെ വിളിപ്പിക്കുകയും അതിൽ നിന്ന് കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ മഹല്ല് കമ്മിറ്റിയെ അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞത്. അപ്പോൾ SHO ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അത് വഖഫിൽ കേസുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞു, വഖഫിൽ നിയമവിധികൾ ഒന്നും വരാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഈ മഹല്ല് കമ്മിറ്റി അനുസരിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് SHO ഞങ്ങളോട് ഒക്കെ അന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകും. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം യോഗം വിളിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ SHO സാറ് ആ യോഗം, നാളത്തെ യോഗം നിർത്തിവെക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും അത് അവരിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് പിറ്റേന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, നബിദിനം എന്ന് പറയുന്നത് 12 ദിവസമാണ് ഞങ്ങളെല്ലാ പള്ളികളിലും മൗലൂദ് സദസ്സുകൾ. 10 ദിവസവും നമ്മളുടെ ഈ പറയപ്പെടുന്ന ഖത്തീബാണ് അതിന് നേതൃത്വം കൊടുത്തത്. 11ാമത്തെ ദിവസമാണ് ഇവർ എന്ത് ചെയ്യുന്ന ഒരു പെറ്റീഷൻ കൊടുക്കുന്നത്, ഈ മൗലൂദിന് ഖത്തീബ് നേതൃത്വം വഹിക്കരുതെന്നും അത് വഹിച്ചാൽ അവിടെ ഞങ്ങൾ തടയുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും കാരണം കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ
4 മണിക്ക് ശേഷം ഞങ്ങളെ അങ്ങോട്ട് 22-ാം തീയതി ഞങ്ങളെ അങ്ങോട്ട് SHO സാറ് വിളിപ്പിച്ചു. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ നടത്താൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് പരാതി കിട്ടുന്ന പോലെ തന്നെ ഞങ്ങൾ വാട്സപ്പ് എൻ്റെ സെക്രട്ടറിയുടെയും ജോയിൻറ്റ് സെക്രട്ടറിയുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ നാളത്തെ ഇത് തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു കോപ്പി സാറിനോട് കൊടുത്തു. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ KTK ഷംസു എന്ന് പറയുന്ന ഞങ്ങൾക്ക് സന്ദേശം അയച്ച അയാൾ കാണുകയും അയാളോട് കാര്യങ്ങൾ പറയുകയും ഇത് റഷീദ് അലി എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വളരെ ശക്തമായിട്ട് അവരോട് പറയുകയും ചെയ്തിട്ട് പോലും അത് അവരനുസരിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ 5:30 മണിയാകുമ്പോൾ KTK ഷംസൂക്ക എന്നിവരെ SHO സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഞങ്ങളും സ്റ്റേഷനിലിരുന്നു, ഷംസൂക്കയും ഇരുന്നു. അപ്പോൾ ഷംസൂഖാനോട് കാര്യങ്ങൾ SHO വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ഇന്നലെ വന്ന ഒരു അഭ്യർത്ഥന നാളെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതല്ല. അതുമാത്രമല്ല, ഒരു കമ്മിറ്റി എന്ന നിലയ്ക്ക് നിയമപരമായ ആരാധനാക്രമങ്ങൾ നടത്താനും പരിപാലിക്കാനുമുള്ള ചുമതല ഈ കമ്മിറ്റിക്കാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കട്ടെ, അതിനുശേഷം എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അനുരഞ്ജന ചർച്ച നടത്തിയിട്ട് നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള മറുപടി KTK ഷംസൂക്ക എന്ന് പറഞ്ഞത് കൊടുത്തത് ഭീഷണി സ്വരത്തിലായിരുന്നു. ഞങ്ങൾ എന്തു വന്നാലും അത് നേരിടുമെന്ന് SHOയോട് വളരെ കർശനമായിട്ട് പറഞ്ഞപ്പോൾ SHO പറഞ്ഞു, ആരാധന ക്രമങ്ങൾ എന്തെങ്കിലും തടസ്സം വന്നാൽ തീർച്ചയായും ഞാൻ കേസെടുക്കും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അതിനൊന്നും ഇടവരുത്തരുതെന്ന് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളും അവരുമായിട്ട് സംസാരിച്ചു. പക്ഷെങ്കിൽ നിർഭാഗ്യവശാലി ഷംസൂക്ക അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്ത് പിരിഞ്ഞു പോയത്. പിന്നെ മഗ്‌രിബിന് ശേഷം അവിടെ മൗലൂദ് പരിപാടി ആരംഭിച്ചപ്പോൾ ഷംസൂക്ക വന്നു ചോദ്യം ചെയ്തു. ഞാൻ അതിന് വ്യക്തമായി റഷീദ് അലി തങ്ങൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതിൽ വ്യക്തമായ രൂപങ്ങൾ ഞാൻ അവിടെ കൂടി ഏകദേശം 70-80 ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ഈ അവതരിപ്പിച്ചിട്ടും കൂടി അവർ തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആദ്യം കടന്നു വന്നത് SHO സാറും CI സാറുമാണ്. CI സാറും SHO സാറും വളരെ മാന്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ആരാധനകൾക്ക് തടസ്സം നിൽക്കരുത്, ഞങ്ങൾക്ക് ശക്തമായി ഇടപെട്ട് നിലപാടുകൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കൂടി അവർ എന്ത് ചെയ്തില്ല, അതിന് തന്നില്ല. അതിന് നേതൃത്വം കൊടുത്തത് ഒന്ന് നമ്മൾ പഴയ പള്ളിയുടെ പഴയ കമ്മിറ്റിയുടെ ഖജാൻജിയായിരുന്ന ഇല്ലിക്കൽ അബ്ദുള്ളയും KTK ഇസ്മായിലും ഷംവീൽ എന്ന് പറയുന്ന 3 പേരായിരുന്നു അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത് പ്രതിഷേധം കൊടുത്തത്. അങ്ങനെ അവരെ 3 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നെ അത് അവിടുന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് വളരെ ന്യായമായ ഒരു ആവശ്യങ്ങൾക്കാണ് ഞങ്ങൾ നിയമപാലകരെ സമീപിച്ചത്. ഒരു ആരാധനാക്രമങ്ങൾക്കും അതിൻ്റെ ഒരു സംഘടനത്തിനും വഴിയൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഒരു പള്ളി പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടും, അതുമാത്രമല്ല അനുരഞ്ജന ശ്രമങ്ങൾ വളരെയധികം ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിയമപാലകത്തു നിന്നും നടത്തിയിട്ട് കൂടി അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്ത് പോലീസിനോട് ഞങ്ങൾ സഹായം വേണ്ടി അഭ്യർത്ഥിച്ചത്. അതിൽ നമ്മളുടെ ഇപ്പോഴത്തെ ചോമ്പാല പോലീസ് സ്റ്റേഷനിലെ CI ഷിജു EK സാറും അതുപോലെ തന്നെ SHO ഷമീൽ PP-യുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഇടപെടലുകൾ അത് ഒരു വലിയൊരു സംഘടനത്തിലേക്കും വലിയൊരു പ്രശ്നങ്ങളിലേക്കും ഇടവരുത്താതെ സഹായിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ വാർത്താ സമ്മേളനം വരേണ്ട ആവശ്യങ്ങളൊന്നും വരുമായിരുന്നില്ല. അത്രയ്ക്ക് സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ നിയമപാലകരെ വിളിച്ചത്. തീർച്ചയായും ആ നിയമപാലകർ അവിടെ എത്തിയത് വളരെ ന്യായമാണ്. ഞങ്ങൾക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ഈ ഒരു നിയമപാലകരോട് ഈ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ക്രമസമാധാനം പള്ളിയിൽ പുലർത്തേണ്ട ചുമതല ഞങ്ങൾക്കായതുകൊണ്ടും തീർച്ചയായും അവർ വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമാത്രം ഇതിൽ രാഷ്ട്രീയമായ ഇടപെടലുകളും കുറേ പ്രസ്താവനകളും ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയപരമായി ആരെങ്കിലും ഞങ്ങളുമായി ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നോ എങ്ങനെയായിരുന്നോ എന്നുവരെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുമായിട്ട് കൂടിയാലോചിക്കുകയോ അല്ലെങ്കിൽ നിജസ്ഥിതി അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് വസ്തുത അറിയാതെ
പ്രസ്താവനകൾ ഇറക്കുന്നതിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഏതായാലും പ്രശ്നങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഇത് രമ്യമായി പരിഹരിക്കാൻ ഒരു നാടിൻ്റെയും ഐക്യത്തിനും ഒരു മഹലിൻ്റെ കെട്ടുറപ്പിനും കൊണ്ട് ഞങ്ങളോട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇന്ന് വരെ റഷീദ് അലി തങ്ങളുടെ വാക്കുകൾ ഒക്കെ അക്ഷരംപതി സ്വീകരിച്ചിട്ടാണ് ഒരു ലംഘനവും നടത്താതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അത് തീർച്ചയായും ഇന്നും ഞങ്ങൾ തുടരും. നാളെ റഷീദ് തങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് അവരുമായി തീരുമാനങ്ങൾ, കൂട്ടമായി എടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെ അനുസരിച്ചുകൊണ്ട് മഹലിനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഈ പൊതുസമൂഹത്തോടും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറേ പ്രസ്താവനകളും നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണമെന്നും പോലീസ് വന്നത് വളരെ ഒരു ആവശ്യമായ ഘട്ടത്തിലാണെന്ന് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.